സുഖാണോ? മിസ്സിന്റെ കുട്ടികൾക്കൊക്കെ സുഖാണോ? എന്താണ് വിശേഷം? അപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കണ്ടാവും മിസ് എന്താ ഇതൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നേന്നല്ലേ. അപ്പം നമ്മളെ ക്ലാസ് 4ന്റെ മലയാളം ചാപ്റ്റർ വെയിറ്റേജ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വീഡിയോ കാണുന്ന എല്ലാവരും മിസ്സിന്റെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതേപോലെ തന്നെ നിങ്ങളെ കമന്റ്സ് ഒക്കെ ആ ഒരു കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഹാർട്ട് ഇടുക, മിസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടുക, എല്ലാവരും ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ അധികം ഇങ്ങനെ വലിച്ച് നീട്ടാതെ നമുക്ക് വേഗം നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നമ്മുടെ എക്സാം ആവാറായില്ലേ മക്കളെ? പരീക്ഷ ആവാറായില്ലേ? അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠിത്തമൊക്കെ എവിടെ വരെയായി? നമ്മള് ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ പഠിത്തമൊക്കെ എവിടെ വരെയായി? പഠിക്കാറുണ്ടോ? അല്ലെങ്കിൽ മിസ്സിന്റെ ക്ലാസ് ഇവിടെ വെറുതെ ഓപ്പൺ ആക്കി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോവുകയാണോ ചെയ്യാറ്? എന്താ അവസ്ഥ? മിസ് വിചാരിക്കുന്നത് എൻ്റെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, നല്ല മക്കളാണെന്നൊക്കെയാണ് മിസ് വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? വിശ്വാസം കാക്കട്ടെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ എടാ നമ്മൾ ക്രിസ്മസ് എക്സാം വരെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ അടിപൊളിയാക്കി പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഈ ക്രിസ്മസ് എക്സാം വരെ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? അതൊക്കെ നമ്മൾ പരീക്ഷകളിലൂടെയും അതേപോലെ തന്നെ ഓരോ പാഠങ്ങളിലൂടെയും ഒക്കെ നമ്മൾ പഠിച്ച് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ശേഷം നിങ്ങൾക്കുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ആണിത്. അപ്പം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്? നിലാവിനോട്, കുത്തബ് മിനാർ, കുട്ടിയും തള്ളയും, പഴശ്ശി തമ്പുരാൻ, ഹോക്കി മാന്ത്രികൻ. പാഠങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ മക്കളെ? അപ്പൊ മക്കളെ, നിലാവിനോട് നല്ല അടിപൊളി ഒരു കവിതയാണ് നമ്മൾ നല്ല രസത്തിലൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. കുത്തബ് മിനാർ, കുട്ടിയും തള്ളയും, പഴശ്ശി തമ്പുരാൻ, ഹോക്കി മാന്ത്രികൻ അല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ നല്ല സെറ്റാക്കി പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്നൊക്കെ എക്സാമിന് നമുക്ക് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതിക്കൂടെ? കാരണം എന്താണ്? നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് ആണ്. അതിലെന്ത് സംശയം? പിന്നെ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരു സംശയവും ഇല്ല. സെറ്റാണല്ലോ? അപ്പൊ മക്കളെ, എന്തായാലും നമുക്ക് ഈ ഒരു പ്രാവശ്യത്തെ എക്സാമിന് നമുക്ക് എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങണം. നല്ല നമ്മളെ പാരന്റ്സിനൊക്കെ അഭിമാനിക്കുന്ന രീതിയിൽ നമുക്ക് നല്ല മാർക്കൊക്കെ വാങ്ങി കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പറയണം, അമ്മേ അച്ഛാ എനിക്ക് മാർക്ക് കിട്ടി, ഞാനാണ് ക്ലാസ്സില് ടോപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അമ്മേന്റെ അച്ഛൻ്റെ ഒക്കെ മുന്നിൽ പോയി ഷൈൻ ചെയ്യണ്ടേ? ഫ്രണ്ട്സിന്റെ മുന്നിലൊക്കെ പോയി ഷൈൻ ചെയ്യണ്ടേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനും അമ്മയും പറയാ പഠിക്കടാ, അല്ലെങ്കിൽ അമ്മ പറയാ പഠിക്കടി, അങ്ങനെയൊക്കെ പറയാ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പൊ പഠിക്കണേ, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കും. കാരണം എന്താ? കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചാൽ പോരെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വില വെക്കാതെ അല്പം മാറി നിൽക്കും. എന്നിട്ടോ എക്സാമിന് തലേന്ന് പഠിക്കാലോ എന്ന് വിചാരിച്ചിട്ട് എക്സാമിന് തലേന്ന് ഒരു അറഞ്ചും പേജ് മറിക്കലോട് ഇതങ്ങനെ തീരണില്ലല്ലോ, എത്രയാ ഉള്ളത് തീരണില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ആവാൻ തുടങ്ങും, ആകെ വെപ്രാളാവാൻ തുടങ്ങും. അപ്പം അതിനൊക്കെ ഒരു വഴി ഒരുക്കണോ? വേണ്ടല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പഠിക്കാനുള്ളത് അപ്പൊ തന്നെ പഠിച്ചു പോവാ. ഓക്കെ ആണല്ലോ? മിസ്സിന്റെ മക്കളെ മേല് നല്ല വിശ്വാസമാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് മിസ് പറഞ്ഞുതരാം. പ്രയോഗ ഭംഗി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പ്രയോഗ ഭംഗി എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എഴുതേണ്ടതെന്നുള്ളത്. അതേപോലെ തന്നെ താരതമ്യം ചെയ്ത് എഴുതേണ്ടതാണ് ഈ ഒരു കുറിപ്പ്. അനുഭവ വിവരണം, യാത്രാ വിവരണം. നിങ്ങൾ യാത്ര പോയിട്ടുണ്ടെങ്കിൽ ആ യാത്രയെ കുറിച്ചിട്ടുള്ള വിവരണം. സംഭാഷണം, 2ഓ അതിലധികമോ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നത് അല്ലേ? അത് നിങ്ങൾ എഴുതുക. സംഭാഷണം. കുറിപ്പ്, എന്തിനെങ്കിലും കുറിച്ചിട്ട് എഴുതാൻ പറയുമ്പോൾ അത് നല്ല വ്യക്തമായിട്ട് എന്താണെന്ന് വെച്ചാൽ അധികം വലിച്ചു നീട്ടാതെ ചെറുതാക്കി എഴുതുക. വർണ്ണിച്ചെഴുതുക. ഒരു കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ആനയെ കുറിച്ച് വർണ്ണിച്ചെഴുതാൻ പറയുകയാണെങ്കിൽ മക്കളെ, മുറം പോലത്തെ ചെവി, തൂണ് പോലെ കാല്, പിന്നെയോ മിസ് മറന്നുപോയി. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ എത്രത്തോളം ഇതിനെ നമ്മൾ ആനയെ എത്രത്തോളം വർണ്ണിക്കാം
അതേ രീതിയിൽ നിങ്ങളോട് ചിലപ്പോൾ കാർഡിനെ കുറിച്ച് എഴുതാൻ പറയും. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം സൂപ്പറാക്കി അടിപൊളിയാക്കി എഴുതാൻ പറ്റുന്ന വെച്ചാൽ അത് നിങ്ങൾ മാക്സിമം നിങ്ങൾ അടിപൊളി ലെവലാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ മക്കളെ മാർക്ക് വരുന്ന വഴി നിങ്ങൾ അറിയൂല. പിന്നെയോ പകരം പദം. ഒരു പദം, ആ പദത്തിന് പകരം ഈ പദം ഉപയോഗിക്കാമെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. പകരം പദം ചേർക്കാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം നിങ്ങൾക്കുള്ളതാണ്. അപ്പം എല്ലാവരും നല്ല കുട്ടികളായിട്ട് സെറ്റാക്കി പഠിക്കുക. അപ്പൊ നമ്മള് ഇന്നത്തേത് ഇവിടെ അവസാനിക്കാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.